السلام عليكم. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ പഠനത്തിൻ്റെ എളുപ്പവഴി. ഏതായാലും വഴി എളുപ്പമാണ് എന്ന് നിങ്ങൾക്ക് ഇതിനകം ബോധ്യപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഖുർആനിലെ 80% പദങ്ങളും പഠിച്ചു കഴിഞ്ഞു. നിങ്ങളത് ദിനേനെ വായിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് 80% പദങ്ങൾ അറിയില്ല, കിട്ടുന്നില്ല, ഏതെങ്കിലും ഒരു പേജിൽ കിട്ടുന്നില്ല എന്ന് ആരും പരാതി പറഞ്ഞിട്ടില്ല ഇവിടെ. അപ്പം അതുകൊണ്ട് 80% കിട്ടുന്നുണ്ട് എന്നാണ് ഉറപ്പ് വരുന്നത്. അപ്പോൾ ഇനി പരീക്ഷ വേണോ അതല്ല സൂറത്ത് അബസയും കൂടെ പഠിക്കണോ? സൂറത്ത് അബസ് 3-4 പാഠങ്ങളുണ്ട്. 5 യൂണിറ്റുകളാണ് സൂറത്ത് അബസിൻ്റെ. അതുകൂടി പഠിച്ചിട്ടാണോ പരീക്ഷ നടത്തേണ്ടത് അതല്ല 85 യൂണിറ്റുകൾ വെച്ചുകൊണ്ടാണോ പരീക്ഷ നടത്തേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഏതായാലും ചെറിയ ചെറിയ കുറേ സംഗതികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളിവിടെ വെച്ച് പരീക്ഷ നടത്തുക. 85 യൂണിറ്റുകളും ഇതുവരെ നമ്മൾ പഠിച്ച വ്യാകരണ ഭാഗങ്ങൾ. ഇനി നമുക്ക് ഏതെങ്കിലും ഭാഗം റിവൈസ് ചെയ്യാനുണ്ടെങ്കിൽ അതും നമുക്ക് റിവൈസ് ചെയ്യാവുന്നതാണ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് 3 അക്ഷര ക്രിയകളിൽ നമുക്ക് ഇനി ഒന്നും സംശയം ഉണ്ടാകാൻ പാടില്ല. അത് കൺഫേം ചെയ്യുകയാണ്. 3 അക്ഷര ക്രിയകളിൽ ദുർബലാക്ഷരം തുടക്കത്തിൽ വന്നത്, ദുർബലാക്ഷരം മധ്യത്തിൽ വന്നത്, ദുർബലാക്ഷരം അവസാനത്തിൽ വന്നത്, ദുർബലാക്ഷരം 2 എണ്ണം വന്നത് വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഹംസ് വന്നത് നമുക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഹംസ് വന്നവയെ നമുക്ക് പരിശോധിക്കാം. അതോടൊപ്പം ഇന്ന അഖ്വാത്തുഹ, കാന വഅഖ്വാത്തുഹ, അതേപോലെ നാം പഠിച്ച വ്യാകരണങ്ങൾ ആവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് ആവർത്തിക്കാം. ദുർബലാക്ഷരങ്ങളല്ല, ഹംസ് വന്നവ, അതോടൊപ്പം ഷദ് വന്നവ. ഷദ് വന്നവയെ നമുക്ക് നോക്കാവുന്നതാണ്. ഷദ് വന്നവ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിച്ചു പോകാം. ഷദ് വന്നവ ഇതിനിടയ്ക്ക് ഞാൻ റിവൈസ് ചെയ്തോ എന്നെനിക്ക് സംശയമുണ്ട്. എന്തായാലും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. നമ്മൾ പഠിച്ച വല്ലയുടെ അപൂർണക്രിയ എന്താണ്? വല്ലയുടെ അപൂർണക്രിയ യദില്ലു എന്നാണ്.
അപ്പോൾ അപൂർണക്രിയയിൽ എന്ത് വന്നു? കസ്ർ വന്നു. അപ്പം ഇത് ഒരു ഇനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇതേപോലെ അപൂർണക്രിയയിൽ കസ്ർ വരുന്ന ഷദ്ദുള്ള മൂന്നക്ഷരക്രിയകൾ, ഷദ്ദുള്ള മൂന്നക്ഷരക്രിയ അപൂർണക്രിയയിൽ കസ്ർ വരുന്നത് പ്രത്യേകം കളക്ട് ചെയ്യണം. നല്ല എതില് പോലെയുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു ബാച്ച് അല്ലെങ്കിൽ മറ്റൊരു തരം ക്രിയകൾ, അപ്പം നല്ല എതിലും നമ്മൾ പഠിച്ചതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നമ്മൾ പ്രിലിമിനറി 2 പഠിച്ചതാണ്. നല്ല എതില്ലു എന്ന് അപൂർണക്രിയയിൽ കസ്ർ വരുന്നത് കൊണ്ട് കൽപ്പനക്രിയ ദില്ല എന്നായിരിക്കും. ദില്ലു എന്നായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. മറ്റ് കർത്താവ്, കർമ്മം, ക്രിയ, ധാതു ഇതൊക്കെ നമുക്ക് അറിയാം, നാമരൂപങ്ങളാണ്. അത് ദാലുൻ, മദ്ലൂലിൻ, അത് ആ ഘടനയിൽ തന്നെ വരും. ദലാലത്തുൻ അത് നമുക്ക് പഠിച്ചു തന്നെ വെക്കണം. അതേസമയം ലന്നയുടെ അപൂർണക്രിയ എങ്ങനെ വരും? ലന്ന യലുന്നു എന്നാണ് വരിക. അപൂർണക്രിയയിൽ അപൂർണക്രിയയിൽ അതിനെന്ത് വരും? ലം വരും. ലന്ന യലുന്നു. ആദ്യത്തെ അക്ഷരത്തിന് അടയാളം മാറും. നമ്മൾ ഫത്തഹയും, അതായത് സുരക്ഷിത അക്ഷരങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യവാന്മാരായ അക്ഷരങ്ങളുള്ള ക്രിയകൾ പഠിച്ചതുപോലെയല്ല. നസറയാണെങ്കിൽ യൻ സുറു, നസറ മധ്യത്തെ അക്ഷരമാണ് മാറുന്നത്. നസറ ആദ്യത്തെ അക്ഷരത്തിനൊന്നും മാറ്റം സംഭവിക്കുന്നില്ല. നസറ യൻ സുറു എന്നാണ് വരുന്നത്. ലം വരുന്നത് മധ്യത്തെ അക്ഷരത്തിനാണ്. അതേസമയം ഷദ്ദുള്ള ക്രിയ വന്നാൽ വല്ല യദില്ലു ആദ്യത്തെ അക്ഷരത്തിന് തന്നെ മാറ്റം സംഭവിക്കും. ലന്ന യലുന്നു. അപ്പൊ ലന്ന യലുന്നു പോലെയുള്ള ക്രിയകൾ വേറെ കളക്ട് ചെയ്യണം. അപ്പൊ ഇനി ഒരു ക്രിയ കിട്ടിയാൽ നമുക്ക് ഇത് ലന്ന പോലെയാണ് എന്ന് പറഞ്ഞാൽ, ലന്ന പോലെയാണെങ്കിൽ അപൂർണക്രിയയിൽ യലുന്നു എന്നായിരിക്കും, അതിന്റെ കൽപ്പനക്രിയ ലുന്ന എന്നായിരിക്കും. ലാന്നുൻ, മദ്ലൂനുൻ, ലന്നുൻ ഇതൊക്കെ എന്താണ്? അത് വേറെ. അതായത് കർത്താവ്, കർമ്മം, ക്രിയ, ധാതു അതെപ്പോഴും ഒരു കോമൺ രീതിയിലായിരിക്കും വരിക. ലല്ലയുടെ കർത്താവ് ദാലുൻ, കർമ്മം മദ്ലൂലുൻ, ക്രിയാധാതു ദലാലത്തുൻ. ക്രിയാധാതു മാറി വരും എന്നുള്ളത് നമുക്കറിയാം. അതേസമയം അതേപോലെ തന്നെ ലന്നയുടേത് കർത്താവ് ലാന്നുൻ, കർമ്മം മദ്നൂനുൻ. ഒരുപോലെ തന്നെയുണ്ട്. ദാലുൻ മദ്ലൂലുൻ പോലെ ലാന്നുൻ മദ്നൂനുൻ. ലന്നുൻ എന്നത് ക്രിയാധാതു മാറി വരും നമുക്കറിയാം. അപ്പോ ലന്ന യലുന്നു പോലെയുള്ള ക്രിയകൾ വേറെ ഒരു ഇനം. പിന്നെ മൂന്നാമത്തെ ഇനം എന്താണ്? അപൂർണക്രിയയിൽ ഫത്തഹും വരാം. അപൂർണക്രിയയിൽ ഫത്തഹും വരാം. ഏതുപോലെ? മസ്സ പോലെ. മസ്സ യമസ്സു. മസ്സ യമസ്സു. മസ്സ യമസ്സു പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കണം. മസ്സ യമസ്സു ഗോൾഡൻ ലെങ്കിൽ നമ്മൾ പഠിച്ചു വേണം. മസ്സ യമസ്സു വരുമ്പോൾ അപൂർണക്രിയയിൽ ഫത്തഹായി. ലല്ല യദില്ലു കസ്ർ, ലന്ന യലുന്നു ലമ്മ്, മസ്സ യമസ്സു ഫത്തഹ്. മസ്സ യമസ്സു വരുമ്പോൾ അതിൻ്റെ കൽപ്പനക്രിയ മസ്സ എന്നും പറയാം, ഇംസസ് എന്നും പറയാം. കാരണം എന്താ? ലന്ന യലുന്നു എന്ന് വന്നതുകൊണ്ട് കൽപ്പനക്രിയ എന്ത് വന്നു? ലുന്ന എന്ന് വന്നു. ലല്ല യദില്ലു എന്ന് വന്നതുകൊണ്ട് കൽപ്പനക്രിയ ദില്ല എന്ന് വന്നു. മസ്സ യമസ്സു എന്ന് വരുമ്പോൾ കൽപ്പനക്രിയ മസ്സ എന്ന് വരും. അതേസമയം മസ്സയുടെ കൽപ്പനക്രിയ മസ്സ എന്ന് തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണക്രിയയുടെ ആദ്യ രൂപവും ഇതും തമ്മിൽ ഒരേപോലെ ആയതുകൊണ്ട് ഇംസസ് ആണ് മിക്കവാറും ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇംസസ് എന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ മസ്സു എന്നതിന് ഇംസസു എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മസ്സു എന്നാണ് വരുന്നത്. ലാ തമസ്സ
എന്നും പറയാം, ലാ തംസസ് എന്നും പറയാം. ഷദ് വരുമ്പോൾ കൽപ്പനക്രിയയിലും വിരോധക്രിയയിലും ഷദ്ദിനെ അഴിച്ചിട്ട് പറയാം, അഴിക്കാതെയും പറയാം. എന്തായിരുന്നാലും അത് മസ്സയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. മസ്സ ഖുർആനിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഓർമ്മിച്ച് വയ്ക്കാൻ ഒരുപക്ഷെ പ്രയാസമായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ലന്ന യലുന്നു ഒരു കാറ്റഗറി, ലല്ല യലില്ലു വേറൊരു കാറ്റഗറി, മസ്സ യമസ്സു വേറൊരു കാറ്റഗറി. ഇത് നമ്മൾ മനസ്സിലാക്കി വയ്ക്കണം. അതാണ് ഷദ്ദുള്ള ക്രിയകളിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഉള്ളത് ഹംസ അടങ്ങിയ ക്രിയകളാണ്. ഹംസ അടങ്ങിയ ക്രിയകൾ. ഹംസ അടങ്ങിയ ക്രിയകളിൽ അമറ നമ്മൾ പഠിച്ചു. അമറ യഅ്മുറു, അമറ യഅ്മുറു. അതേപോലെ അക്കല യഅ്കുലു. അപ്പൊ അമറയും അക്കലയും ഒരേ കാറ്റഗറിയാണ്, പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല. അത് 100ക്ക് 100 അല്ലെങ്കിൽ 100ക്ക് 100% അക്കലയും അമറയും ഒരേപോലെയാണ്. കാരണം എന്താ? അതിൻ്റെ ക്രിയാധാതു പോലും അമ്രുൻ അക്കലുൻ ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരമില്ല. ഇതിൽ ഹംസ അടങ്ങിയ ക്രിയകളിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ക്രിയ, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു ക്രിയ അത്ത എന്ന ക്രിയയാണ്. അത്ത എന്ന ക്രിയക്ക് പ്രത്യേകത എന്താണ്? അത്ത എന്ന ക്രിയ ഹംസ അടങ്ങിയതാണ്, അതോടൊപ്പം ദുർബലാക്ഷരം വന്നതുമാണ്. ഇതിനെ 2 ഇനത്തിലും നമുക്ക് പെടുത്താം. ഏത്? ദുർബലാക്ഷരം അടങ്ങിയ ഗണത്തിലും പെടുത്താം, ഹംസ അടങ്ങിയ ഗണത്തിലും പെടുത്താം. അത്ത ആദ്യത്തെ അക്ഷരം ഹംസ ആയതുകൊണ്ട് ഹംസ അടങ്ങിയ ഗണത്തിൽ വന്നു. അവസാനത്തെ അക്ഷരം അലിഫ് യാന്റെ ഷേപ്പിൽ എഴുതിയിട്ടുണ്ട്. അലിഫ് ആയതുകൊണ്ട് അതിനെ ദുർബലാക്ഷരം അടങ്ങിയ ഗണത്തിലും പെടുത്താം. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ വരുമ്പോൾ ഇതിന്റെ 2ന്റെ പ്രത്യേകതകളും ഇതിനുണ്ടാവും. എന്നാൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. അത്ത യഅ്തി വ്യത്യാസമൊന്നുമില്ല. അത്ത യഅ്തി, അത്ത യഅ്തി. അപ്പോ അത്ത യഅ്തി എന്ന് പറയുന്നത് എന്താണ്? യഅ്തി, അത്ത യഅ്തി. അപ്പോ ലറബ യളിബ് ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത്. അത്ത യഅ്തി, അത്ത യഅ്തി. അപ്പൊ യഅ്തി യഅ്തൂന, ഹദാ യഹ്ദി പോലെയാണ്. ദുർബലാക്ഷരം വന്ന ഗണത്തിൽ ഹദാ യഹ്ദിയുടെ നമ്മളൊരു ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞായിരുന്നല്ലോ, മാസ്റ്റർ ടേബിൾ. അപ്പൊ ഹദാ യഹ്ദിയുടെ താഴെ ഇതുകൊണ്ട് എഴുതണം. കാരണം എന്താ? ഹദാ യഹ്ദി പോലെ ഇത് വരും. യഹ്ദി യഹ്ദൂന, തഹ്ദി തഹ്ദൂന. അതേപോലെ യഅ്തി യഅ്തൂന, തഅ്തി തഅ്തൂന. അഹ്ദി നഹ്ദി. അപ്പൊ അഹ്ദി നഹ്ദി വരുന്നിടത്ത് ഇവിടെ ആതി നഅ്തി എന്ന് വരുന്നത്. ഇവിടെ 2 ഹംസ് ഒരുമിച്ച് വരുന്നുണ്ട്. ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഹംസും, അതേപോലെ തന്നെ അത്തായുടെ സുക്കൂനുള്ള ഹംസും. ഹദാ യഹ്ദി വന്നപ്പോ അഹ്ദി എന്നല്ലേ വരിക. അപ്പോ അവിടെ ആയുണ്ട്, പിന്നെ ഹദായുടെ ഹായുടെ സ്ഥാനത്തുള്ള ഹംസ് സുക്കൂനുള്ള ഹംസും ഉണ്ട്. അപ്പൊ അഅ്തി എന്നുള്ളതിനെയാണ് ആതി ആക്കി മാറ്റുന്നത്. ആതി നഅ്തി. അപ്പൊ അതുകൊണ്ടത് ഹദായുടെ ഗണത്തിൽ വരും. പിന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഇതിന് ഈത്തി എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്, അത് സാധാരണഗതിയിൽ തെറ്റ് വരാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമായതുകൊണ്ടാണ് ഈത്തി എന്നിവിടെ എഴുതിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈക്ക് കസറിടാൻ പാടില്ല. കസറില്ല, ഹംസും ഇല്ല. ഹംസ് യഥാർത്ഥത്തിൽ തെറ്റാണ്, യഥാർത്ഥ അക്ഷര തെറ്റാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. കാരണം എന്താ? കൽപ്പനക്രിയയിലെ ഈക്ക് ഇതുണ്ടാവില്ലല്ലോ, ഹംസ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ ഈത്തി എന്നാണ് വരിക. ഈത്തി എന്ന് നമ്മൾ പറഞ്ഞത്
തുടക്കത്തിൽ വായിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു വാക്യം തുടങ്ങുമ്പോൾ ഈത്തി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഈത്തി എന്നാണ് വരിക. അതേസമയം ഈത്തിക്ക് തൊട്ട് മുമ്പ് വായോ ഫായോ ചേർന്ന് വന്നാൽ ഇടയ്ക്ക് ഡിസ്പ്ലേ ഒന്നില്ല. അത്തായുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. അത്തായ്ക്ക് കൽപ്പനക്രിയയിൽ ഈത്തി എന്നെഴുതുമ്പോൾ ഹംസ് വേണ്ട, കസ്റും വേണ്ട. യഥാർത്ഥത്തിൽ അവിടെ യഹ്ദിന സിറാത്ത പറയുന്നിടത്ത് ഈ ഇല്ല, ഹംസും ഇല്ല. അവിടെ കസ്റുമില്ല, ഹംസും ഇല്ല. നമ്മൾ സൗകര്യത്തിന് മാത്രം കസ്റ് കൊടുത്ത് പറയുന്നതാണ്. കൽപ്പനക്രിയയ്ക്ക് വേണ്ടി ചേർക്കുന്ന ഈക്കൊന്നിനും എന്തില്ല, ഹംസില്ല. അപ്പോ ഈത്തിക്ക് തൊട്ട് മുമ്പ് വായോ ഫായോ ചേർന്ന് വന്നാൽ വഅതി ഫഅതി എന്നാണ് വായിക്കുക. അതേപോലെ തന്നെ ഈത്തിക്ക് തൊട്ട് മുമ്പ് വേറെ ഒരു വാക്ക് ചേർന്ന് വന്നാൽ ആ വാക്കിനോട് ചേർത്ത് ഈ ഇല്ലാതെ ആയിരിക്കും പറയുക. അതാണ് ഇതിൽ ഈത്തിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കർത്താവിൻ്റെ രൂപം ആത്തിൻ, മഅതിയുൻ, ഇത്തിയാനുൻ, അത് ദുർബലാക്ഷരം അവസാനം വന്ന നിയമം ഇവിടെ ബാധകമാകുന്നു. നമ്മൾ പഠിച്ചതാണ് അത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല. അക്കല നേരത്തെ നമ്മൾ പറഞ്ഞു, അക്കറ, അക്കല, അമറ ഒരേപോലെയാണ്. പിന്നെ റഅയ്ക്ക് നമുക്ക് 14 രൂപങ്ങളാണ് പഠിക്കേണ്ടത്. അത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സഅലയിൽ മധ്യത്ത് ഹംസ് വന്നു. അപ്പൊ സഅല മധ്യത്ത് ഹംസ് ഒന്ന് വേറെ ഏതുള്ളത്? സഅലയ്ക്ക് മധ്യത്ത് ഹംസ് വന്നിരിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് സംഗതികളൊന്നുമില്ല. ഒരു ചെറിയ ഒരു സംഗതി മാത്രമേ ഉള്ളൂ. അതെന്താണ്? സഅലയുടെ കൽപ്പനക്രിയ വരുമ്പോൾ ഹംസ് മധ്യത്തിൽ വന്ന ഒരു ക്രിയയാണ് റഅ. പക്ഷെ അതിൻ്റെ അവസാനം ദുർബലാക്ഷരം വന്നതുകൊണ്ട് അതിനെ നാം അവസാനത്തിൽ ദുർബലാക്ഷരവും മധ്യത്തിൽ ഹംസും വന്നു. അങ്ങനെ രണ്ടും കൂടെ ആയപ്പോഴും ഒരു ഡബിൾ VIP ആയി. അതുകൊണ്ട് അതിൻ്റെ പൂർണ്ണരൂപം നമ്മൾ പഠിക്കാത്തത് കൊണ്ട് നമുക്ക് അതിനെ സാദൃശ്യപ്പെടുത്താൻ കഴിയില്ല, വേറൊരു ക്രിയയുമായിട്ട് സാദൃശ്യപ്പെടുത്താൻ കഴിയില്ല. സഅല അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുക. സഅല മധ്യത്ത് ഹംസ് വന്നത്. അപ്പോൾ മധ്യത്ത് ഹംസ് വന്ന സഅലയുടെ കൽപ്പനക്രിയ യിസ്അൽ എന്നുമുണ്ട്, സൽ എന്നുമുണ്ട്. ഇത് നമ്മൾ അന്ന് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞു തന്നിട്ടുണ്ട്. യിസ്അൽ ഖുർആനിൽ വന്നിരിക്കുന്നത് വസ്അൽ മൻ അർസൽനാ മിൻ ഖബലിക, ഇതാണ് വന്നിരിക്കുന്നത്. അതേ രീതിയിൽ വന്നിട്ടുണ്ട്. വസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. അതേസമയം സൽ ബനി ഇസ്രായേല എന്നും വന്നിട്ടുണ്ട്. സൽ ബനി ഇസ്രായേൽ. അപ്പോൾ ഇസ്അൽ എന്നതിന് പകരം ഈ ഇല്ലാതെ സൽ എന്നും ഉപയോഗിക്കാം. അത് മാത്രമേ ഇതിൽ പ്രത്യേകതയായിട്ടുള്ളൂ. പിന്നെയുള്ളത് ഷാഅയാണ്. ഷാഅയും റഅയും ഒരേ ഗണത്തിലാണ് നമ്മൾ എഴുതുന്നത്. കാരണം റഅ എന്ത് ചെയ്യുന്നു? റഅ കുറച്ച് രൂപങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഷാഅയും കുറച്ച് രൂപം മാത്രമേ പഠിക്കുന്നുള്ളൂ. ഷാഅയിൽ 14 രൂപങ്ങളാണ് പഠിക്കുന്നത്. അതേപോലെ റഅയിലും 14 രൂപങ്ങളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും ഒരേപോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഷാഅയിൽ എന്താണ്? ദുർബലാക്ഷരം മധ്യത്ത് വന്നു,
ഹംസ് അവസാനം വന്നു. റഅയിൽ ഹംസ് മധ്യത്ത് വന്നു, ദുർബലാക്ഷരം അവസാനത്തിൽ വന്നു. ജാഅ, ജാഅ ദുർബലാക്ഷരം മധ്യത്ത് വന്നു, ഹംസ് അവസാനം വന്നു. ഷാ പോലെ തന്നെയാണ്, പക്ഷേ ജാഅയിൽ നമ്മൾ 7 രൂപം മാത്രമേ പഠിക്കുന്നുള്ളൂ. ഷാ പോലെ തന്നെ ഇതിന്റെ അപൂർണ ക്രിയ ഉപയോഗിക്കുന്നുണ്ട്. യജി ഉ യജി ഉന തജി ഉ തജി ഉ നജി ഉ നജി ഉ എന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ഖുർആനിൽ ഉപയോഗിക്കാത്തത് കൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്തു, 7 രൂപം കൊടുത്തു. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട സംഗതി, 7 രൂപം പഠിച്ചാൽ ഖുർആനിലെ 276 പദങ്ങൾ കിട്ടുമെങ്കിൽ നമ്മൾ വേറെ ഒരു 7 എണ്ണം കൂടെ കൊടുത്തിട്ട് ഇതിന്റെ പെർസെൻറ്റേജ് എന്തിനാ കുറയ്ക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ്. അതായത് 7 രൂപം പഠിച്ചാൽ അതിൻ്റെ എത്ര ഇരട്ടി പദങ്ങൾ നമുക്ക് കിട്ടും. അപ്പം അത് 14 ആക്കിയാൽ എന്താവും, അതിൻ്റെ റേഷ്യോ മാറും. അതുകൊണ്ട് ഇത്രയും ഖുർആനിൽ വന്നിട്ടുള്ള ഇത്രയും മാത്രം പഠിക്കാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ വരും മറ്റെല്ലാം പഠിപ്പിക്കും കേട്ടോ. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് വേറെ കോഴ്സായിട്ട് നമ്മൾ നടത്തുകയാണ്. അപ്പം അതാണ് ജാ. പിന്നെയുള്ളത് അഹദ. അഹദ, അഹദ നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അഹദയ്ക്ക് മുമ്പ് ഖറ ഉണ്ടായിരുന്നു. ഖറ ഇവിടെ ഉണ്ടോ? ഖറ ഉണ്ട്. ഖറ ഹംസ അവസാനം എന്ന ക്രിയയാണ് ഖറ. ഇത് നമ്മൾ ഇപ്പോൾ പുതിയ സിലബസിൽ 23ാമത്തെ യൂണിറ്റിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഖറ, ഖറയിലും ഖറയിൽ ഖറ 16 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. ഖറയിലും കാര്യമായ പ്രത്യേകതയില്ല. ഇതിലെ ഒരു പ്രത്യേകത, ഈ ക്രിയയിൽ നിന്നാണ് ഖുർആൻ എന്ന ക്രിയാധാതു വന്നിരിക്കുന്നത്. ഖുർആൻ എന്ന ക്രിയാധാതു വന്നിരിക്കുന്നത് ഈ ക്രിയയിൽ നിന്നാണ്. ആ ക്രിയാധാതു 70 പ്രാവശ്യം ഖുർആനിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഖറയുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം അത് ഖുർആൻ എന്ന ഭാഗത്ത് നമ്മൾ വേറെ കൗണ്ട് ചെയ്യുന്നതുകൊണ്ട്. ഖറയുടെ ക്രിയാധാതു ഖിറാഅത്തുൻ എന്നും വരാം, ഖുർആനുൻ എന്നും വരാം. അപ്പൊ ഇതിൽ ഖറഉ ഫതഹ് യഫ്തഹു പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമില്ലാത്തതുകൊണ്ട് അതിന് പോകുന്നില്ല. പിന്നെ ഉള്ളത് അഹദ. അഹദ, അഹദയുടേക്കും അഹദയ്ക്ക് എന്താണ്, അഹദ അക്കല പോലെ തന്നെയാണ്. അക്കല പോലെയുള്ള ക്രിയയാണ് അഹദ. നൂറുക്ക് 100% അക്കല പോലെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടേബിളിൻ്റെ കൂട്ടത്തിൽ അക്കല എഴുതിയാൽ അതിൻ്റെ കൂടെ അമറ എഴുതിയാൽ അമറയുടെ കൂടെ അക്കലയും അഹദയും അങ്ങ് എഴുതാം. ടേബിള് നമ്മൾ ഒരു മാസ്റ്റർ ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ. മാസ്റ്റർ ടേബിളിൻ്റെ കാര്യമാണ് പറയുന്നത്. പ്രൊജക്റ്റ് വർക്ക് ബുക്കൊക്കെ നിങ്ങൾ എഴുതി തീർന്നു, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പിന്നെ പോകുന്നില്ല. പ്രൊജക്റ്റ് വർക്ക് ബുക്കിൽ ടേബിൾ കംപ്ലീറ്റ് ചെയ്തതാണ്. അതേസമയം മാസ്റ്റർ ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞതെടുത്ത് എന്ത് ചെയ്താൽ മതി, അഹദ അല്ലെങ്കിൽ അമറ എഴുതിയിട്ട് അതിൻ്റെ താഴെ അക്കലയും അഹദയും എഴുതിയാൽ 100% സെയിം ആണ് ഈ ക്രിയകൾ മൂന്നും. കാരണം അഹദ യഖുദു, കൽപ്പന ഖുദ്, ഖുദു, ലാ തഅഖുദ്, ലാ തഅഖുദു. അതേപോലെ ആഖിദുൻ, ആക്കിലുൻ, മഅഖൂദുൻ, മഅകൂലുൻ. അതേപോലെ അഖ്ദുൻ, അക്കലുൻ. അപ്പോൾ അക്കലയുമായി അമറയുമായി പൂർണ്ണമായും യോജിച്ച് വരുന്നതാണ് അഖദ. അപ്പോൾ ഇതോടുകൂടി 3 അക്ഷര ക്രിയകളിലെ കൺഫേമായി. അപ്പോൾ ഇതിൽ
മൂന്നക്ഷര ക്രിയകളിൽ ചില ക്രിയകളാണ് നമ്മൾ പഠിക്കാതെ ഉള്ളത്. ചില ക്രിയകൾ പഠിച്ചിട്ടുണ്ടാവും ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. അത് നമ്മൾ പഠിക്കാത്തവ, പ്രാക്ടീസ് ചെയ്യാത്തവ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ മൂന്നക്ഷര ക്രിയകളിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോദിക്കാം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, നമ്മൾ ഇന്ന് ഇന്റർനെറ്റ് ഫെസിലിറ്റി പുതിയ സിസ്റ്റം കൊടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം അറിയേണ്ടതുണ്ട്. ഇനി നമുക്ക് കാനയുടെ സഹോദരിമാരുടെ ഇന്നയുടെ സഹോദരിമാരിലേക്ക് കുറച്ച് പോകാം. ഇന്നയുടെ സഹോദരിമാര് കുറച്ച് ഓടിച്ച് നമ്മൾ നോക്കിയിരുന്നു. ഇന്നയുടെ ഒരു സഹോദരിയെ കുറിച്ച് നമ്മൾ വിശദമായി പറയുകയും ചെയ്തു. ഇന്നയും അന്നയും നമ്മൾ വിശദമായി നോക്കിയിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന വ അന്ന വക്ക അന്ന ലാക്കിന്ന, ഇന്ന വ അന്ന വക്ക അന്ന വലാക്കിന്ന. ഷദ്ദിൽ അവസാനിക്കുന്ന 4 എണ്ണം. ഷദ്ദുള്ള നൂനിൽ അവസാനിക്കുന്ന 4 എണ്ണം. ഈ കഅന്ന 29 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. 29 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ അടയാളം വ്യക്തമാകത്തക്ക രീതിയിലല്ല അത് വന്നിരിക്കുന്നത് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഞാൻ ഉദാഹരണം നോക്കുമ്പോഴത്തേക്ക് ആ രീതിയിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം എന്താ? കഅന്ന വന്നിട്ട് അതിന് ശേഷം സർവനാമമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് അസ്സുജാജത്തു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ. അപ്പൊ അസ്സുജാജത്തു അഥവാ സ്ഫടികം, അള്ളാഹു നൂറുസമാവത്തി എന്ന ആയത്തുണ്ടല്ലോ സൂറത്ത് നൂറിലെ, ആ ആയത്തിന്റെ ഭാഗത്തുണ്ട് അസ്സുജാജത്തു, ആ സ്ഫടികം കഅന്നഹാ കൗകബുൻ, അത് നക്ഷത്രം പോലെയുണ്ട്. അപ്പൊ കഅന്ന ഹ എന്ന് വന്നിരിക്കുന്നു. അപ്പൊ കഅന്നയ്ക്ക് ശേഷം ഒരു നാമം വന്നാൽ മാത്രമേ നാമത്തിന്റെ അവസാനം ഫത്ഹ് കാണിക്കാൻ പറ്റൂ. ഇവിടെ യഥാർത്ഥത്തിൽ കഅന്നയ്ക്ക് ശേഷം സർവനാമം വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാങ്കല്പികമായി അവിടെ ഹായ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സർവനാമത്തിന് നാമത്തിന്റെ അന്ത്യത്തിൽ ഫത്ഹ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഫത്ഹല്ല, കാണാത്ത ഫത്ഹ് കൊടുത്തിട്ടുള്ളതായി നമുക്ക് മനസ്സിലാക്കണം. കാരണം അത് വേറെ ചില സന്ദർഭത്തിൽ അത് നമുക്ക് ആവശ്യമായിട്ട് വരും. എന്നിട്ട് അതിൻ്റെ ഉപസംഹാര നാമത്തിന് കൗകബുൻ ലമ്മ് സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് കഅന്ന വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നയിലെ ശേഷം വരുന്ന പ്രാരംഭ നാമത്തിന്, അല്ലെങ്കിൽ ഇന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് ആ നാമത്തിന് ഫത്ഹ് കാണിച്ചതുപോലെ ഇവിടെ കാണിച്ചു തരാൻ പറ്റുകയില്ല. അപ്പോ അതേപോലെ ഫലമ്മ റഅഹ തഹ്തസ്സു കഅന്നഹ, ഇപ്പൊ കഅന്നയുടെ അർത്ഥം പോലെ എന്നാണ്. കഅന്നഹ ജാനുൻ, സർപ്പത്തെ പോലെ അത് ഇളകിക്കളിക്കുന്നതായി ചാഞ്ചാടുന്നതായി അദ്ദേഹം കണ്ടപ്പോൾ. തഹ്തസ്സു, ഇങ്ങനെ ചാഞ്ചാടുക. അവിടെ എന്താണ്? കഅന്നഹ എന്നാണ് വന്നിരിക്കുന്നത്.
ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു അവൻ ആയതുപോലെ ആയിരിക്കും വലിയുൻ ഹമീം, ആത്മമിത്രം, ഊഷ്മളമായ മിത്രം. അപ്പൊ അവിടെയും സർവനാമമാണ് വന്നിരിക്കുന്നത്. ആ ഭാഗം കഅന്നയുടെ ഭാഗം നമ്മൾ തൽക്കാലം എന്ത് ചെയ്യാണ്, മാറ്റി നിർത്തിയാണ്. കാരണം ഫത്ഹ് വെളിപ്പെട്ടതായി നമുക്ക് ഉദാഹരണം കാണിക്കാൻ പറ്റില്ല. പിന്നീട് സഹോദരിയുടെ അടുത്ത സഹോദരി ഇന്ന കഴിഞ്ഞു, അന്ന കഴിഞ്ഞു, അന്ന കഴിഞ്ഞു, ലാക്കിന്ന, അടുത്തത് ലാക്കിന്ന. 57 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. വലാക്കിന്ന അസാബ അല്ലാഹി ഷദീദ്. അപ്പോൾ ലാക്കിന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അജാബിനെ കുറിച്ചാണ് പറയുന്നത്. ആ അജാബിന് അവസാനത്തിൽ ഫത്ഹ് കൊടുത്തു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അജാബ് ഷദീദാണ് എന്ന് പറയുന്നു, അജാബ് കാഠിന്യമുള്ളതാണ് എന്ന് പറയുന്നു. അതിനെ ലമ്മ് സ്ഥിരപ്പെടുത്തി. അടുത്ത ഉദാഹരണത്തിൽ വലാക്കിന്ന കസീറം മിൻഹും ഫാസിഖൂൻ. അവിടെ ലാക്കിന്ന ഉപയോഗിച്ചിട്ട് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കസീറിനെ കുറിച്ചാണ് പറയുന്നത്. അധികം ആൾക്കാരും. ഫാസിഖൂൻ അധർമ്മകാരികളാണ്, അവരിൽ അധിക പേരും അധർമ്മകാരികളാണ്. വലാക്കിന്ന ളാലിമീന ബിആയാതില്ലാഹി യജ്ഹദൂൻ. ഇവിടെ ഉദാഹരണം സ്വയം സംസാരിക്കുന്ന ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് ലാക്കിന്നയ്ക്ക് ശേഷം ലാലിമീന എന്ന ഉദാഹരണം എടുത്തത്? കാരണം ലാക്കിന്നയ്ക്ക് ശേഷം ലാക്കിന്ന ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ഫത്ഹ് കൊടുക്കണം. ഇവിടെ ലാലിമീന അഥവാ ലാലിമൂന എന്ന നാമത്തിന് ഫത്ഹ് കൊടുത്തപ്പോഴാണ് ലാലിമീന എന്നായി മാറിയത്. അപ്പോൾ സുരക്ഷിത പുല്ലിംഗ ബഹുവചനമായതുകൊണ്ട് അതിന് ഫത്ഹിന്റെ അടയാളം ഈനയാണ്. ലകിന്ന ളാലിമീന ബി ആയാതില്ലാഹി യജ്ഹദൂൻ. ഇവിടെ ഉപസംഹാര ഭാഗം മറ്റൊരു ക്രിയാവാക്യമായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് ഫാസിഖൂൻ പോലെ ലമ്മ് ചെയ്യപ്പെട്ട നാമത്തെ കാണാൻ പറ്റില്ല. നമുക്ക് അടുത്തത് വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ. അപ്പൊ ലാക്കിനെ ഉപയോഗിച്ച് ആരെക്കുറിച്ച് പറയുന്നു? അൽ മുനാഫിഖീനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് മുനാഫിഖീന് ഫത്ഹ് കൊടുത്തു. ഫത്ഹിന്റെ അടയാളം ഇവിടെ ഈനയാണ്. ലാ യഫ്ഖഹൂൻ എന്നത് ലാക്കിന്നയുടെ ഉപസംഹാര ഭാഗമാണ്. പക്ഷേ അത് മറ്റൊരു ക്രിയാവാക്യമായി വന്നതുകൊണ്ട് അടയാളം നമുക്ക് പ്രത്യക്ഷമാകുന്നില്ല. ഇത്രയുമാണ് ഇന്നയുടെ സഹോദരിമാർ. ഇന്നയുടെ സഹോദരിമാരാരൊക്കെ എന്ന് ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഇനി ലൈത്തയും ലാലയും ഉണ്ട്. ലൈത്തയും ലാലയും ഉണ്ട്. ഷദ്ദുള്ള നൂനുള്ളതാണ് ഇപ്പൊ അവിടെ പറഞ്ഞത്. ഇനി അടുത്ത ലൈത്തയും ലാലയും. ഷദ്ദുള്ള നൂനുള്ളത് ഇന്ന കഴിഞ്ഞിട്ട് ഇന്ന വ അന്ന വക്ക അന്ന ലാക്കിന്ന ലൈത്ത ലാല. ലാക്കിന്ന അവരെ പറഞ്ഞു. ഇനി ലൈത്തയും ലാലയും. ഈ ലാക്കിന്ന പറഞ്ഞതുപോലെ തന്നെയാണ് ലൈത്തയുടെ കാര്യവും. ഈ ലൈത്ത നമ്മൾ സൂറത്തുൽ ഫജ്റിൽ വന്നിട്ടുണ്ട്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലഹയാതി. യാ ലൈതനി. അപ്പോൾ ലൈത്ത വന്നിരിക്കുന്നത് യായോടൊപ്പമാണ് വന്നിരിക്കുന്നത് ഖുർആനിൽ. അതോടൊപ്പം ലൈത്തയുടെ ശേഷം സർവനാമമാണ് വന്നിരിക്കുന്നത്. ലൈത്തയുടെ ശേഷം സർവനാമമാണ്. കഅന്ന വന്നിരിക്കുന്ന പോലെ സർവനാമം ലൈത്തയോടൊപ്പം ചേർന്ന് വന്നിരിക്കുകയാണ്. അപ്പം അതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇന്നയുടെ സഹോദരിയാണെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങൾ, അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. അതേസമയം ലൈത്ത നമ്മൾ പഠിച്ചിരിക്കുകയും വേണം. അതുകൊണ്ട് ഉദാഹരണങ്ങളിലൂടെ കൊടുത്തിരിക്കുകയാണ്. ലൈത്തനി യാ ലൈത്തനി കുന്തു മഅഹും. ഞാൻ അവരോടൊപ്പം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൈത്ത ഇന്നയുടെ സഹോദരിയാണ്. അതോടൊപ്പം തന്നെ ലൈത്ത എന്നത് എന്താണ്?
ആഗ്രഹത്തെ പ്രകടിപ്പിക്കുന്ന ഒരു ക്രിയ കൂടിയാണ്. ആഗ്രഹത്തെ പ്രകടിപ്പിക്കുന്ന ക്രിയ. ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, പക്ഷേ ആയില്ല, അതുകൊണ്ട് നന്നായില്ല. ഖിയാമത്ത് നാൾ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വിലപിക്കും എന്നാണ് പറയുന്നത്. യാലയത്തിന് ഈ കുന്ത് മഴഹും ഞാൻ അല്ല, ഇത് ഖിയാമത്ത് നാളിലല്ല, ഇത് യുദ്ധത്തിന് പുറപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പൊ യാലയത്തിന് ഈ കുന്ത് മഴഹും, ഞാൻ അവരോടൊപ്പം ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫൗസൻ അലീമ, അവർക്കൊക്കെ ഗനീമത്ത്, സമരാർജിത സമ്പത്തുകൾ കിട്ടിയതുപോലെ എനിക്കും കിട്ടുമായിരുന്നല്ലോ. ഫൗസൻ അലീമ, ഞാനും മഹത്തായ വിജയം നേടുമായിരുന്നല്ലോ എന്ന് പറയും. അപ്പോൾ ലൈത്ത കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? എനിക്ക് അവരോടൊപ്പം പോകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് വിജയം വരിക്കാനും കഴിഞ്ഞില്ല എന്നാണ്. യഖൂലു യാ ലൈതന അതാന അല്ലാഹ വഅതാന റസൂല, അത് പരലോകത്ത് വെച്ച് പറയുന്നതാണ്. യാ ലൈതന, ഞങ്ങൾ, യഖൂലൂന, അവർ പറയും, സത്യനിഷേധികൾ ഖിയാമത്ത് നാളിൽ വരും പറയും, യാ ലൈതന അതാന അല്ലാഹ വഅതാന റസൂല. അപ്പൊ യാ ലൈതന, ഇവിടെയും ലൈത്തയ്ക്ക് ശേഷം സർവനാമം വന്നതുകൊണ്ട് അതിനെ അടയാളം കാണാൻ പറ്റില്ല. യാ ലൈതന, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. യാ ലൈതന അതാന അല്ലാഹ വഅതാന റസൂല, ഞങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ റസൂലിനെ അവർ അനുസരിച്ചില്ല, ഇനിയോട്ട് അനുസരിക്കാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് അവരുടെ അവസ്ഥ നന്നായില്ല, മോശമായി പോവുകയാണ് ചെയ്യുന്നത്. വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ. അൽ കഹ്ഫിൽ 2 തോട്ടക്കാരന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. തോട്ടക്കാരനിൽ താന്തോന്നിയായ തോട്ടക്കാരൻ, അല്ലെങ്കിൽ ആ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ മതിമറന്നുപോയ തോട്ടക്കാരൻ അവസാനം പറയുകയാണ്, യഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ, അള്ളാഹുവിനോടൊപ്പം വേറൊരാളെ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ അവിടെയും യാ ലൈത കഴിഞ്ഞിട്ട് സർവനാമമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അടയാളം വെളിവാകുന്നില്ല. യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ. യഖൂലു യാ ലൈതനി, മൂന്നാമത്തെ ഉദാഹരണം ഇപ്പോഴാണ് ഡിസ്പ്ലേ ആയത്. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലഹയാതി, അവൻ പറയും യാ ലൈതനി ഖദ്ദംതു ലഹയാതി, ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിരുന്നത് എത്ര നന്നായിരുന്നു എന്ന്. ഉദാഹരണം 7. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. സൂറത്ത് യാസീൻ നമ്മൾ പറയുന്നുണ്ട്, വായിക്കുന്നുണ്ട്, യാ ലൈത ഖൗമി. അപ്പൊ ഇവിടെ മറ്റു സ്ഥലങ്ങളിലൊക്കെ യാ ലൈതയുടെ കൂടെ സർവനാമം ചേർന്ന് വന്നു, അതുകൊണ്ട് നമുക്ക് അതിനെ അടയാളം അറിയാൻ പറ്റുന്നില്ല. യാ ലൈതനി വന്നു, യാ ലൈതന വന്നു, യാ ലൈത ഹു വന്നു, യാ ലൈത ഹ വന്നു. യാ ലൈത ഹു വന്നില്ലല്ലേ. യാ ലൈതനി, യാ ലൈതന ഒക്കെ വന്നു. യാ ലൈത ഹ ഉണ്ട് ഖുറാനിൽ, യാ ലൈത ഹ കാനത്തുൽ ഖാദിയ. അതേസമയം ഇവിടെ യാ ലൈതയ്ക്ക് ശേഷം യാ ലൈത ഉപയോഗിച്ച് പറയുന്ന നാമം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കൗമിനെ കുറിച്ചാണ് പറയുന്നത്. കൗമ് വേറെ വന്നു ഇവിടെ, പക്ഷേ ആ കൗമിന്റെ കൂടെ എൻ്റെ എന്ന അർത്ഥത്തിലുള്ള അല്ലെങ്കിൽ സർവനാമം ചേർന്ന് വന്നു. എൻ്റെ എന്ന അർത്ഥത്തിലുള്ള സർവനാമം ചേർന്ന് വന്നു. എൻ്റെ എന്ന അർത്ഥത്തിലുള്ള സർവനാമം ചേർന്ന് വന്നാൽ അവിടെ അടയാളം വെളിവാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എപ്പോഴും അവിടെ കെസ്ര വരുള്ളൂ, എപ്പോഴും കെസ്ര വരും. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പറഞ്ഞാല് എന്തു പറയും? ഹാദാ കലമി, ഹാദാ കലമി, ഹാദാ കലമുൻ എന്ന് ലമ്മാണ് പറയേണ്ടത്. പക്ഷേ ഹാദാ കലമി, ഇത് എൻ്റെ പേനയാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലമ്മ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എൻ്റെ എന്ന അർത്ഥത്തിലുള്ള യാ അവിടെ കിടക്കുന്നുണ്ട്, കെസ്ര കൊടുക്കാനേ പറ്റൂ. അതേപോലെ തന്നെ അഖദ്തു കലമി, അഖദ്തു ഞാൻ എടുത്തു, കലമി എൻ്റെ പേനയെ. അപ്പോൾ എൻ്റെ പേനയെ ഞാൻ എടുത്തു എന്ന് പറയുമ്പോൾ അവിടെ കർമ്മമാണ്, കർമ്മത്തിൻ്റെ അടയാളമായ ഫത്ഹ് കാണിക്കണം. പക്ഷെ അവിടെ ഫത്ഹ് കാണിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ എന്ന അർത്ഥത്തിലുള്ള യാ കിടക്കുന്നുണ്ട്, കെസ്ര തന്നെ കൊടുക്കാനേ പറ്റൂ. അഖദ്തു കലമി. പിന്നെ അവിടെ കെസ്ര വന്നാലും കെസ്ര ആയിരിക്കും. കത്തബത്തു ബി കലമി, കത്തബത്തു ഞാൻ എഴുതി, ബി കലമി എൻ്റെ പേന കൊണ്ട്. അപ്പോൾ ബി വന്നത് കൊണ്ട് അവിടെ കെസ്റുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ കലമിയിലെ
യാ കിടക്കുന്നുണ്ടുള്ള കസറാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതേപോലെ ഇവിടെ യാ ലൈത്ത കൗമി, യാ ലൈത്ത കഴിഞ്ഞിട്ടുള്ള കൗമിന് യഥാർത്ഥത്തിൽ ഫത്തഹാണുള്ളത്. പക്ഷേ അവിടെ കസറ ഇടാൻ പറ്റും. എൻ്റെ എന്ന അർത്ഥത്തിലുള്ള യാ കിടക്കുന്നുണ്ട്. യാ ലൈത്ത കൗമി യഅലമൂൻ. പിന്നെ യാ ലൈത്ത ഉപയോഗിച്ച് പറഞ്ഞ വാക്യത്തിന്റെ ഉപസംഹാരം യഅലമൂന എന്നാണ്. അപ്പൊ എന്താണ് യഅലമൂന എന്നുള്ളത്? മറ്റൊരു ക്രിയാവാക്യമാണ് അതിന്റെ ഉപസംഹാരമായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയും ലമ്മിനെ വെളിവാക്കി കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോ ലൈത്ത കഴിഞ്ഞു. ലൈത്തയിൽ എന്തില്ല? ഒരുപാട് ചിന്തിക്കാനില്ല. ഒരുപാട് ചിന്തിക്കാനില്ലാതെ മാറ്റിവെച്ചതുപോലെ തന്നെ ലൈത്തയിലും ഒരുപാട് ചിന്തിക്കാനില്ല. അതിനെക്കുറിച്ച് അങ്ങ് മാറ്റിവെച്ചേക്കുക. ഇനി അടുത്ത സഹോദരി ലഅല്ല. ലഅല്ല ലഅല്ല വന്നിരിക്കുന്നിടത്ത് നമുക്ക് ഉദാഹരണം കാണിക്കാൻ പറ്റും. ഒമാ യുദ്രിക ലഅല്ല സഅത ഖരീബ്. ലഅല്ല സഅത, ലഅല്ല വന്നതുകൊണ്ട് ലഅല്ല ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സാഅത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ സാഅത്ത് എന്ന് പറഞ്ഞാൽ അന്ത്യനാളാണ് ഇവിടെ. സാഅത്ത് എന്ന് പറഞ്ഞാൽ സാഅത്തിന് പറഞ്ഞാൽ മണിക്കൂർ എന്നർത്ഥമുണ്ട്, സമയം എന്നർത്ഥമുണ്ട്, ക്ലോക്ക് എന്നർത്ഥമുണ്ട്, വാച്ച് എന്നർത്ഥമുണ്ട്. അൽ വന്നതുകൊണ്ട് അതൊരു പ്രത്യേക സമയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ സമയം ഏതാണ്? ലോക അവസാന സമയം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒമാ യുദ്രീക, നിനക്കെന്തറിയാം? ലഅല്ല സഅത ഖരീബ്. ലഅല്ല എന്ന് പറഞ്ഞാൽ ആയേക്കാം എന്നാണ്. ലഅല്ല ആയേക്കാം. ലഅല്ല സഅത ഖരീബ്, അന്ത്യനാൾ സമീപസ്ഥമായേക്കാം. ലാ തദ്രി ലഅല്ല അല്ലാഹ യഹ്ദിസു ബഅദ ദാലിക അംറ. തലാഖ് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ. ലാ തദ്രി ലഅല്ല അല്ലാഹ യഹ്ദിസു ബഅദ ദാലിക അംറ. നിനക്കെങ്ങനെ അറിയാം? അള്ളാഹു അതിനുശേഷം മറ്റൊരു കാര്യം ഉണ്ടാക്കിയേക്കാം. അതായത് കുടുംബ ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ, അതായത് വൈവാഹിക ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാനും ഏതെങ്കിലും രീതിയിൽ അവരുടെ മനസ്സ് വീണ്ടും അടുക്കാനും പരസ്പരം യോജിച്ചു പോകാനുമുള്ള അവസരങ്ങളാണ് തലാഖ് ചൊല്ലിയതിന് ശേഷവും ഇസ്ലാമിക നിയമം, ഇസ്ലാമിക ശരീഅത്ത്, ഖുർആൻ സമർപ്പിക്കുന്നത്. അതിലൊരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ലാ തദ്രി, നിനക്കറിയില്ലല്ലോ, ലഅല്ല അല്ലാഹ യുഹ്ദിസു ബഅദ ദാലിക അംറ, അള്ളാഹു അതിനുശേഷം മറ്റൊരു കാര്യം ഉണ്ടാക്കിയേക്കാം. ലഅല്ല ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അള്ളാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു എന്ന നാമത്തിന്റെ അവസാനം പത്ത് കൊടുത്തു. പിന്നെ ആ പറഞ്ഞതിന്റെ ഉപസംഹാര പദം ഒറ്റ പദമായിട്ടല്ല വന്നിരിക്കുന്നത്. ഉപസംഹാര ഭാഗം ഒറ്റ പദമായിട്ടല്ല വന്നിരിക്കുന്നത്. യുഹ്ദിസു ബഅദ ദാലിക അംറ എന്ന മറ്റൊരു ക്രിയാവാക്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് തൽക്കാലം ചർച്ച ചെയ്യുന്നില്ല. അതിൽ പറയേണ്ട കാര്യങ്ങളുണ്ട്, ഗ്രാമറ്റിക്കലി പറയേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. അത് നമ്മൾ സീനിയർ ലെവൽ ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ്. മുകളിൽ പറഞ്ഞു ലഅല്ല സഅത, സഅത്തിനെ കുറിച്ചാണ് പറയുന്നത്. സഅത്ത് എന്താണെന്നാണ് പറയുന്നത്? അത് ഖരീബാണ് എന്നാണ് പറയുന്നത്, സമീപസ്ഥമാണ് എന്നാണ് പറയുന്നത്. അടുത്തത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക. എവിടെയും ലഅല്ല ഉപയോഗിച്ച് പറയുന്ന പല സന്ദർഭങ്ങളിലും ലഅല്ലയ്ക്ക് ശേഷം സർവനാമമാണ് ചേർന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ ഏതെല്ലാം രൂപങ്ങളിലുണ്ട്? അത് ലഅല്ലഹു ഉണ്ട്, ലഅല്ലഹും ഉണ്ട്, ലഅല്ലക ഉണ്ട്, ലഅല്ലക്കും ഉണ്ട്, ലഅല്ലി ഉണ്ട്, ലഅല്ലന ഉണ്ട്. ലഅല്ലഹു, ലഅല്ലഹും, ലഅല്ലക, ലഅല്ലക്കും, ലഅല്ലി, ലഅല്ലന. ലഅല്ലഹായും കൂടെ നമുക്ക് ചേർത്ത് പഠിച്ചാൽ ആ 7 രൂപങ്ങളുമായി. റബ്ബുഹു, റബ്ബുഹും എന്ന് പറഞ്ഞതുപോലെ ലഅല്ലഹു അവൻ അയക്കാം, ലഅല്ലഹും അവർ അയക്കാം, ലഅല്ലക്കും, ലഅല്ലക നീ അയക്കാം, ലഅല്ലക്കും നിങ്ങൾ അയക്കാം,
ലഅല്ലി ഞാൻ അയക്കാം, ലഅല്ലന ഞങ്ങൾ അയക്കാം. ഇനി വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലഅല്ല ഉപയോഗിച്ച് പറയുന്ന ചില സംഗതികളുണ്ട്. ആ സംഗതികൾ പറയുന്നിടത്ത് ലഅല്ല അയക്കാം എന്ന അർത്ഥമല്ല ഉള്ളത്. ഉദാഹരണമായി കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് ആക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം എന്നല്ല പറയുന്നു. അവിടെ എന്താണ്? ആകുന്നതിന് വേണ്ടി എന്നാണ്. കാരണം എന്താണ്? നോമ്പ് നിർബന്ധമാക്കിയത് അങ്ങനെ ആകുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ആകാൻ സാധ്യതയുള്ളത് കൊണ്ടല്ല, അതിന് വേണ്ടിയാണ്. അതേപോലെ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞല്ലോ, ആയത്ത് ഓർമ്മയില്ല. ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തഅഖിലൂൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നിടത്ത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി, ലഅല്ലക്കും തഅഖിലൂൻ നിങ്ങൾ ഗ്രഹിക്കുന്നവരാകുന്നതിന് വേണ്ടി, ലഅല്ലക്കും തതഫക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി ആണ്. അയക്കാം എന്നല്ല. ഇത് നമുക്ക് സീനിയർ ലെവലിലുള്ള ഗുരുവര്യന്മാരിലൂടെ കിട്ടിയ അറിവാണ് എന്ന കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ്. കാരണം നാം സലഫ് സാലിഹരുടെ കീഴിൽ അല്ലെങ്കിൽ സലഫി പണ്ഡിതന്മാരുടെ കീഴിൽ ഖുർആൻ നേർക്ക് നേരെ പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പണ്ഡിതന്മാർ ഇത് തജ്വീദ് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ലഅല്ലക്കും തത്തഖൂൻ, ലഅല്ലക്കും തഅഖിലൂൻ പോലുള്ള സന്ദർഭങ്ങളിൽ ലഅല്ല ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ആകുന്നതിന് വേണ്ടി എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പല പ്രാവശ്യം പറഞ്ഞ് ഉറപ്പിച്ചതാണ്. ഇന്ന വ അന്ന ഒക്കെ അന്ന ലാക്കിന്ന ലൈത്ത ലഅല്ല. ഇത് ഇത്രയും സഹോദരിമാരെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇന്നയും അന്നയുമാണ് കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്നത് എന്ന് നമ്മൾ ഇതിനകം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്? ഇന്നയുടെ അർത്ഥം തീർച്ചയായും, അന്നയുടെ അർത്ഥം അന്നയ്ക്ക് തീർച്ചയായും എന്ന അർത്ഥമുണ്ട്. അതോടൊപ്പം എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലെ അർത്ഥം. അന്നയിൽ തീർച്ചയായും എന്നത് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അന്ന എന്നാണ്. കന്ന എന്ന് പറഞ്ഞാൽ പോലെ എന്നാണ്. ലാക്കിന്ന എന്ന് പറഞ്ഞാൽ പക്ഷേ. ലൈത്ത എന്ന് പറഞ്ഞാൽ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലഅല്ല ആയേക്കാം, അതേപോലെ ആകാൻ വേണ്ടി. കാനയുടെ സഹോദരിമാര് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാനയെക്കുറിച്ച് പറഞ്ഞിരുന്നു. കാനയ്ക്ക് കുറേ സഹോദരിമാരുണ്ട്. ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് കാന. ഖുർആൻ പഠനവും അറബി ഗ്രാമർ പഠനവും തമ്മിൽ, അതായത് ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയും അതേപോലെ അറബി ഗ്രാമർ പഠനവും തമ്മിൽ എത്രത്തോളം വ്യത്യസ്തമായിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കാന വഅഖവാത്തുഹ എന്നത്. നിങ്ങൾ നോക്കുക, കാന നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാന 1000-ലധികം പ്രാവശ്യം കാന ഖുർആനിൽ വന്നിട്ടുണ്ട്. അതേസമയം കാനയുടെ സഹോദരിമാരെ നോക്കുക, ഒന്ന് എഴുതിയിരിക്കുന്ന സ്ഥലങ്ങൾ നോക്കുക. ഒന്നുമില്ലാത്ത മൻഫക്ക എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു പ്രാവശ്യം വന്നിട്ടില്ല. അതേപോലെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള എത്ര സഹോദരിമാരുണ്ട്? ബാത്ത, സാറ, അംസ, മാസാല, മാ ഫത്തഹ, അള്ളഹ, അങ്ങനെ 6 സഹോദരിമാര് ഒരു പ്രാവശ്യമേ ഖുർആനിൽ വന്നിട്ടുള്ളൂ. പിന്നെ മാ ബരഹ എന്നത് ഖുർആനിൽ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. മാ ബരഹ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് മാദാമ 7 പ്രാവശ്യം വന്നിട്ടുണ്ട്. അസ്ബഹ 28 പ്രാവശ്യവും ലൈസ 89 പ്രാവശ്യവും വന്നിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്രിയകൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം വന്നിട്ടുള്ള ക്രിയകളൊന്നും പഠിച്ചിട്ടില്ല. പഠിക്കാതെ തന്നെ നമുക്ക് 80% വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റി, പൂർത്തീകരിക്കാൻ പറ്റി. അപ്പം അതുകൊണ്ട് ബാത്ത സാറ അംസ മാതാമ അള്ളഹ ബാബരിഹ 3 പ്രാവശ്യം വന്ന് മാബരിഹ, ഒരു പ്രാവശ്യം വരാത്ത മൻഫക്ക എന്തായാലും പഠിക്കണ്ട. മാ ഫത്തെ അ മാസാല ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം കോർണറൈസ് ചെയ്യാം. മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതാണ്, എവിടെയെങ്കിലും ഇതേപോലെ 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ഇതിൻ്റെ സഹോദരിമാർ വന്നാൽ അതിൻ്റെ അടയാളങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം കാനയ്ക്ക് ഒരുപാട് സഹോദരിമാരുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതിലൂടെ നമ്മൾ ബോധ്യപ്പെടുന്നത്. ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു ക്രിയയാണ് ലൈസ. ലൈസ 89 പ്രാവശ്യം വന്നിട്ടുണ്ട്. ലൈസ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെയും ലൈസ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യാ ലൈത്ത അല്ലെങ്കിൽ ലൈത്ത എന്ന ക്രിയയും കഅന്ന എന്ന ലൈത്ത എന്ന പദവും കഅന്ന എന്ന പദവും പോലെ തന്നെ ലൈസ ഒരുപാട് പ്രാവശ്യം 89 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ലൈസ വന്നിരിക്കുന്നത് അധികവും എന്താണ്, അധികവും നമുക്ക് എടുത്തു പറയാൻ പറ്റാത്ത, അതായത് അടയാളങ്ങൾ വെളിവാകാത്ത രീതിയിലാണ്. ഇവിടെ 2 ഉദാഹരണം ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അലൈസല്ലാഹു ബി അഹ്കമൽ ഹാക്കിമീൻ. അപ്പം അങ്ങനെ അടയാളം വെളിവാകത്തക്ക രീതിയിലുള്ള ഉദാഹരണങ്ങൾ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രോണിക് സെർച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, മാനുവൽ സെർച്ച് അല്ല ചെയ്തിരിക്കുന്നത്, ഇലക്ട്രോണിക് സെർച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക് സെർച്ചിൽ നമുക്കത് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നെന്താണ്, അലൈസല്ലാഹു. ഇപ്പൊ ലൈസ കാനയുടെ സഹോദരിയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം, ലൈസ ഉപയോഗിച്ച് ഏതിനെ കുറിച്ചാണോ പറയുന്നത് അതിന് ലമ്മ് സ്ഥിരപ്പെടുത്തണം. അതിവിടെ ഉണ്ട്, അലൈസല്ലാഹു, അള്ളാഹു അല്ലയോ. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു അവിടെയാണ് ഫത്തഹ കൊടുക്കേണ്ടത്. പക്ഷേ അവിടെ ഫത്തഹ കൊടുക്കാൻ വേണ്ടി എന്തില്ല, ഉള്ള സാധ്യതകൾ ഇവിടെ ഇല്ല. ബി അഹ്കമൽ ഹാക്കിമീൻ എന്നെന്താണ്, അലൈസല്ലാഹു ബി അഹ്കമീൻ എന്നുള്ളത് കെസ്ർ വരുത്തുന്ന പദം കടന്നു വന്നിരിക്കുന്നു. അതേപോലെ അതിനുശേഷം അഹ്കമൽ ഹാക്കിമീൻ എന്നത് ഇതിനെ രണ്ടാമത്തേലേക്ക് ഇലാഫത്ത് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ ലമ്മ് അല്ല അതിൻ്റെ ഫത്തഹ് കാണിക്കാൻ പറ്റില്ല. അഹ്കമൽ ഹാക്കിമീൻ. ഇനി വന്നിട്ടുള്ള ചില സന്ദർഭം ലൈസു സവാ. ലൈസു സവാ എന്ന് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ലൈസ ഉപയോഗിച്ച് പറഞ്ഞ നാമം അല്ലെങ്കിൽ ലൈസ എന്തിനെ കുറിച്ചാണ്, ലൈസ ഉപയോഗിച്ച് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, ആർക്കെങ്കിലും പറയാമോ? വൺ വേ ടോക്കിംഗ് ആയിപ്പോയി ക്ലാസ്. ലൈസു സവാ എന്ന് പറഞ്ഞപ്പോൾ ലൈസ ഉപയോഗിച്ച് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അഥവാ ലൈസയുടെ പ്രാരംഭ പദം ഏത്? സമയം. ഐസ് വിൽപ്പനക്കാരൻ്റെ ഐസ് പോലെയാണ് സമയം. ഐസ് വിൽപ്പനക്കാരൻ എന്താണ്, ഐസ് വിറ്റ് പോയില്ല എന്നുണ്ടെങ്കിൽ സമയം തീർന്നു പോകും, അല്ല ഐസ് തീർന്നു പോകും. അതേപോലെ ആ സമയം ഉപയോഗപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ സമയം തീർന്നു, സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. ലൈസ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത് അവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവർ. ലൈസയുടെ ഉള്ളിലൊരു സർവനാമമുണ്ട്, ആ സർവനാമത്തെ കുറിച്ചാണ് പറയുന്നത്. ലൈസു അവർ അല്ല. അപ്പൊ ആരെ കുറിച്ചാണ് പറഞ്ഞത്? അവരെ കുറിച്ചാണ് പറഞ്ഞത്. അവർ എന്നത് സന്ദർഭം നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. ലൈസു സവാ എന്ന് പറഞ്ഞിരിക്കുന്നത് ആലിമ്രാൻ, സുഹൃത്ത് ആലിമ്രാനിലാണ്. അത് അഹ്ലി കിതാബുകാരെ കുറിച്ചാണ്.
അഹ്ലു കിതാബുകാരി എല്ലാവരും ഒരേപോലെ അല്ല. അവരിൽ പടച്ചവനെ പേടിക്കുന്നവരുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് കിതാബ് വായിച്ചുകൊണ്ടിരിക്കുന്നവരും അങ്ങനെ വായിച്ച് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ലൈസ ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്? ഹും, അവരെ കുറിച്ചാണ്. അവരെ കുറിച്ച് എന്ത് പറഞ്ഞു? സവാ അല്ല എന്ന് പറഞ്ഞു. ഇവിടെ ലൈസയുടെ അർത്ഥം അല്ല, ഇല്ല, അല്ല എന്നാണല്ലോ. അപ്പോ അവര് ആണ് എന്നല്ല പറഞ്ഞത്, സവാ തുല്യരല്ല എന്നാണ് പറഞ്ഞത്. ലൈസു അവരല്ല, സവാ അൻ തുല്യർ, എല്ലാവരും ഒരേപോലെ അല്ല. അപ്പൊ ഇവിടെ ലൈസയെയും നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്നും മാറ്റി നിർത്തേണ്ടതുണ്ട്. കാരണം എന്താണ്? ലൈസ വന്നിരിക്കുന്നിടത്ത് നമുക്ക് അടയാളം വെളിവാകുന്നതായി പ്രകടമാകുന്നില്ല, ഈ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒഴിച്ച്. ഇവിടെ ലൈസു അവരെ കുറിച്ച് പറഞ്ഞു. എന്ത് പറഞ്ഞു? സവാ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെന്ത് കൊടുത്തു? ഫത്ത കൊടുത്തു. കാനയുടെ ഉപസംഹാര പദത്തിനാണ് ഫത്ത കൊടുക്കേണ്ടത്. അതുകൊണ്ട് അവരെന്തല്ല എന്ന് പറഞ്ഞു? സവാ അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന് ഫത്ത കൊടുത്തു. ഈ രണ്ട് ഉദാഹരണങ്ങളിൽ മാത്രമാണ് ലൈസയുടെ ലൈസയ്ക്ക് ശേഷം വന്നതിൻ്റെ അടയാളം പ്രകടമായി കാണാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ നിരീക്ഷണത്തിൽ. അപ്പോ ഇതിൻ്റെ ആവർത്തനം അസ്ബഹ 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 എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞത്? അസ്ബഹ 28 പ്രാവശ്യം വന്നിട്ടുണ്ട്. 28 പ്രാവശ്യം വന്ന അസ്ബഹയുടെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ ഖുൽ അറഅയ്തും എന്നാണ് പറയുന്നത്. അറഅയ്തും, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇൻ അസ്ബഹ, ഇൻ എങ്കിൽ അസ്ബഹ, അസ്ബഹ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലായി തീർന്നു എന്നാണ് അർത്ഥം കേട്ടോ. അസ്ബഹ പ്രഭാതത്തിലായി തീർന്നു. പ്രഭാതത്തിലായിത്തീർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരം വെളുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ആയിത്തീർന്നു എന്ന അർത്ഥത്തിലാണ് അതാണ് അതിൻ്റെ ഒറിജിനൽ പ്രയോഗം. പക്ഷേ അസ്ബഹ എന്നത് ആയിത്തീർന്നു എന്ന അർത്ഥത്തിൽ പൊതുവിലും ഉപയോഗിക്കാവുന്ന പദമാണ് അസ്ബഹ. ഇൻ അസ്ബഹ മാഉക്കും. അപ്പോൾ അസ്ബഹ ഉപയോഗിച്ചു എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? മാഇനെ കുറിച്ചാണ് പറഞ്ഞത്, വെള്ളം. അതിനെന്ത് കൊടുത്തു? ലമ്മ് സ്ഥിരപ്പെടുത്തി. മാഇന്റെ ഹംസിന്റെ മുകളിൽ ലമ്മുണ്ട്, ലമ്മ് സ്ഥിരപ്പെടുത്തി. ആ വെള്ളം എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്? ഗൗറൻ, വറ്റിവരേണ്ടത്. ഗൗറൻ, വറ്റിവരേണ്ടത്. ഇൻ അസ്ബഹ മാഉക്കും ഗൗറൻ, നിങ്ങളുടെ വെള്ളം വറ്റി വരേണ്ടതായി പോയാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്തു? മാഇനെ കുറിച്ച് എന്ത് പറഞ്ഞു? ഗൗറൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന് ഫത്ത കൊടുത്തു. ഇനി ആ സംഗതി ഒന്ന് വായിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ മുലൂക്കിയത്ത് പറയുന്ന അധ്യായത്തിലുള്ളതാണ് കേട്ടോ. അള്ളാഹുവിൻ്റെ ആധിപത്യം, മുൽക്ക്, സൂറത്ത് മുൽക്ക്. അതിൽ അള്ളാഹു അവസാനം ചോദിച്ചു നിർത്തുന്നത് ഇതാണ്: ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉക്കും ഗൗറൻ, നിങ്ങൾ രാവിലെ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ വെള്ളമൊന്നുമില്ല, വറ്റി വരേണ്ടതായിട്ടാണ് കാണുന്നത് എങ്കിൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, സ്ഫുടമായ നിങ്ങൾ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, സ്ഫുടമായി വരുന്ന ആ വെള്ളം നിങ്ങൾക്ക് ആര് കൊണ്ടും തരും എന്നാണ് ചോദിക്കുന്നത്. ഇനി അസ്ബഹയുടെ ലല്ലയുടെ ഉദാഹരണം. നല്ല അസ്ബഹ ഇതേപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റിയ രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് ഒരു ഉദാഹരണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റൊരു ലല്ലയുടെ ഉദാഹരണം. ലല്ല, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ലല്ല വജ്ഹുഹു. ലല്ല എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. അസ്ബഹയുടെ അസ്ബഹ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിലായിത്തീർന്നു. ലല്ല എന്ന് പറഞ്ഞാൽ അംസ എന്ന് പറഞ്ഞാൽ വൈകുന്നേരമായി തീർന്നു. ലല്ല എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. ഇതാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ലല്ല വജ്ഹുഹു, അവന്റെ മുഖം ആയിത്തീർന്നു. മുസ്വദ്ദൻ,
അപ്പം ലല്ല ഉപയോഗിച്ച് എന്തിനെ കുറിച്ച് പറഞ്ഞു? വജഹിനെ കുറിച്ച് പറഞ്ഞു, മുഖത്തെക്കുറിച്ച്. അതുകൊണ്ട് അതിന് ലമ്മ കൊടുത്തു. ആ മുഖത്തെക്കുറിച്ച് എന്ത് പറഞ്ഞു? മുസ്വദ്ദൻ, കറുത്തിരണ്ടത് എന്ന് പറഞ്ഞു. കറുത്തിരണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അതിനെന്ത് ഫത്ത കൊടുത്തു. ലൈസ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതോടുകൂടി കാനയുടെ ബാബ് അവസാനിപ്പിക്കുകയാണ്. ഇപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കി? ഇവിടെ പറഞ്ഞതിൻ്റെ സംക്ഷിപ്തം, നമ്മൾ കാനയും സഹോദരിമാരും കുറിച്ച് പഠിക്കുമ്പോൾ കാനയാണ് നമ്മൾ സൂക്ഷ്മമായി പഠിക്കേണ്ടത്. 1000-ലധികം പ്രാവശ്യം കാന ഖുർആനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കാനയെക്കുറിച്ച് പഠിക്കുക. 1361 പ്രാവശ്യം കാന ഖുർആനിൽ വന്നിട്ടുണ്ട്. അതേസമയം മറ്റ് പദങ്ങൾ ഇതേ രീതിയിൽ അടയാളം മറ്റു പദങ്ങൾ ഒരു പ്രാവശ്യം വന്ന പദങ്ങളുണ്ട്, അതേപോലെ തീരെ വരാത്ത പദങ്ങളുണ്ട്, 3 പ്രാവശ്യം വന്ന പദങ്ങളുണ്ട്. ഇനി അധികം വന്ന 89 പ്രാവശ്യം വന്ന ലൈസയും 28 പ്രാവശ്യം വന്ന അസ്ബഹയും ഒന്നും ഉദാഹരണങ്ങൾ അടയാളങ്ങൾ വ്യക്തമാകത്തക്ക രീതിയിലല്ല വന്നിരിക്കുന്നത്. അധികവും അടയാളങ്ങൾ വ്യക്തമാകാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ അടയാളം പ്രകടമാകാത്ത രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാനയും ഇന്നയും തീർന്നു. ചോദ്യത്തിന്റെ സമയം ഇപ്പോഴും പ്രസക്തമാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതി, ഫത്ഹ് വരുന്ന പ്രധാന സന്ദർഭങ്ങൾ. ഒരു നാമമാണ് കേട്ടോ, നാമത്തിന് ഫത്ഹ് വരുന്ന പ്രധാന സന്ദർഭങ്ങൾ. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഈ പ്ലാറ്റിനം കഴിഞ്ഞിട്ട് അടുത്ത ഡിപ്ലോമ തലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ക്രിയയിലെ ഇത് അവസാനം എങ്ങനെ മാറി വരും എന്നത് കൂടി നോക്കേണ്ടതുണ്ട്. ഇവിടെ നാമത്തിന്റെ അവസാനം ഫത്ഹ് വരുന്ന സന്ദർഭങ്ങൾ ഒന്നെന്താണ്? ഇന്ന മുൻകടക്കുക എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നയുടെ പ്രാരംഭ പദമായി വരിക എന്നതാണ് ശരിയായ പ്രയോഗം. ഇന്നയുടെ പ്രാരംഭ പദമായി വരിക. ഇന്നല്ലാഹ പോലെ. ഫത്ഹ് വരേണ്ട മറ്റൊരു സന്ദർഭം കാന വന്നിട്ടുള്ള വാക്യത്തിന്റെ രണ്ടാം ഭാഗമാവുക. ഒന്ന് ഇന്ന വന്ന വാക്യത്തിന്റെ ഒന്നാം ഭാഗമാവുക, അല്ലെങ്കിൽ കാന വന്നിട്ടുള്ള വാക്യത്തിന്റെ രണ്ടാം ഭാഗമാവുക. അപ്പോഴും എന്ത് ചെയ്യണം? ഫത്ഹ് കൊടുക്കണം. കാന അല്ലാഹു സമീഅൻ അലീമ. ഫത്ഹ് വരേണ്ട സന്ദർഭവും പഠിച്ചു. ഇനി കസ്ർ വരേണ്ട സന്ദർഭം. നാമത്തിന് കസ്ർ വരുന്ന എപ്പോഴാണ്? 2 കാരണങ്ങൾ കൊണ്ടാണ് നാമത്തിന് കസ്ർ വരുന്നത്. ഒന്നുകിൽ ഇലാഫത്ത്, അല്ലെങ്കിൽ കസ്ർ വരുത്തുന്ന പദം മുൻകടക്കുക. ക്രിസ്റ്റൽ ക്ലിയർ. ഒന്നുകിൽ ഇലാഫത്ത് വരിക, അല്ലെങ്കിൽ കസ്ർ വരുത്തുന്ന പദങ്ങൾ മുൻകടക്കുക. ഈ കാരണങ്ങളാണ് നാമത്തിന് കസ്ർ വരുന്നത്. അപ്പോ ഫത്ഹ് പഠിച്ചു, കസ്ർ പഠിച്ചു. ലം എപ്പോഴാണ് വരുന്നത്? ലം വരുന്നത് ഫത്ഹോ കസ്റോ കൊടുക്കേണ്ട കാരണങ്ങൾ മുൻകടക്കാതിരിക്കുക. ഫത്ഹോ കസ്റോ കൊടുക്കേണ്ട കാരണങ്ങൾ ഇല്ലാതിരുന്നാൽ എന്ത് ചെയ്യണം? ലം കൊടുക്കണം. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് കാനയുടെ പ്രാരംഭ ഭാഗമായി വരിക എന്നത്. കാനയുടെ പ്രാരംഭ ഭാഗമായി വന്നാൽ ലം സ്ഥിരപ്പെടുത്തണം. പിന്നെ ഫത്ഹോ കസ്റോ കൊടുക്കേണ്ട കാരണങ്ങൾ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ലമ്മാണ് കൊടുക്കേണ്ടത്. ഇനി നാമങ്ങളുടെ അവസാനം കസ് വരുന്ന എപ്പോഴാണ്? ആർക്ക് പറയാം? നാമങ്ങളുടെ അവസാനം കസ്ർ വരുന്ന നാമങ്ങളുടെ അവസാനം സുക്കൂൻ വരുന്ന എപ്പോഴാണ്? നാമങ്ങളുടെ അവസാനം സുക്കൂൻ വരുന്നതല്ല കേട്ടോ. നാമങ്ങളുടെ അവസാനം സുക്കൂനില്ല. ഫത്ഹ് വരുന്ന കാരണങ്ങൾ പറഞ്ഞു, കസ്ർ വരുന്ന കാരണങ്ങൾ പറഞ്ഞു, ലം വരുന്ന കാരണങ്ങൾ പറഞ്ഞു. സുക്കൂൻ ഇല്ല. Any more question? No questions.
കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസിന് തന്നിരുന്ന 42-ാം പേജിന്റെ തുടർച്ചയായ 43-ാം പേജാണ് ഇവിടെ പ്രാക്ടീസിന് നമ്മൾ എടുത്തിരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു വലിയ്യുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. ഇവിടെ ഇനി നിങ്ങൾ പരിശോധിക്കേണ്ടത്, നേരത്തെ നിങ്ങൾ പരിശോധിച്ചിട്ടിരുന്നത് എന്തായിരുന്നു? അറിയുന്ന പദങ്ങൾ, പഠിച്ച ക്രിയകൾ, പഠിച്ച ഗ്രൂപ്പിലെ പഠിക്കാത്ത ക്രിയകൾ, ഇങ്ങനെയൊക്കെയാണ് ചിന്തിച്ചിരുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യം ചിന്തിക്കണം. ചിന്തിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കേണ്ടത് എന്താണ്? ഏതെല്ലാമാണ് പുതിയ വാക്കുകൾ. ഞാൻ പഠിക്കാത്ത വാക്കുകൾ ഏതെല്ലാം എന്നല്ല നോക്കേണ്ടത്, ഏതെല്ലാമാണ് പുതിയ വാക്കുകൾ. എങ്കിൽ നമുക്ക് പോസിറ്റീവ് അപ്രോച്ചിൽ അതിനെ കണ്ടെത്താൻ പറ്റും. വലിയ ആത്മമിത്രം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കേണ്ടതാണ്. വലിയ എന്ന് പറഞ്ഞാൽ ആത്മമിത്രം എന്നാണ്. അള്ളാഹുവിനേക്കാൾ വലിയൊന്നും ഇല്ല. സത്യവിശ്വാസികൾ പരസ്പരം ആത്മമിത്രങ്ങളാണ് എന്ന് വന്നിട്ടുണ്ട് ഖുർആനിൽ. പക്ഷേ അള്ളാഹു ആണ് യഥാർത്ഥ വലിയ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു വലിയുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. യുഖ്രിജുഹും അവൻ അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. മിനൽ ളുലുമാത്ത്. ളുലുമാത്ത് ഒരു പുതിയ പദം ആണ് എന്ന് നമുക്ക് കരുതാം, നേരത്തെ പഠിച്ചിട്ടില്ലെങ്കിൽ. ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ അന്ധകാരങ്ങൾ. അന്ധകാരങ്ങളിൽ നിന്നും അള്ളാഹു സത്യവിശ്വാസികളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അവൻ സത്യവിശ്വാസികളുടെ അള്ളാഹു സത്യവിശ്വാസികളുടെ ആത്മമിത്രമാണ്. അവൻ സത്യവിശ്വാസികളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇതിലെ 2 പുതിയ വാക്കുകൾ കഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചതാണ്. വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്. അപ്പൊ നേരത്തെ 2 പുതിയ പദങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയന്റെ ബഹുവചനമാണ് ഔലിയ. ഔലിയ എന്ന് പറഞ്ഞാൽ പിന്നെ കൽ പറയേണ്ട കാര്യമില്ല കേട്ടോ, ബഹുവചനമായതുകൊണ്ട്. പിന്നെ താഗൂത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. യുഖ്രിജുഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്. അവൻ അവരെ അല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത്. സത്യനിഷേധികളുടെ ആത്മമിത്രങ്ങൾ ആരാണ്? അള്ളാഹു അല്ല, അവര് താഗൂത്താണ്, ദൈവേതര ശക്തികളാണ്. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുസരണത്തിൽ നിന്നും പുറത്തു പോയവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഉദാഹരണ സഹിതം പറഞ്ഞിരുന്നത്. അവരെന്ത് ചെയ്യുന്നു? യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അവരെ താഗൂത്തുകൾ, മനുഷ്യരെ എന്ത് ചെയ്യുന്നു? പ്രകാശത്തിൽ നിന്നും ഇരുട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഉലായിക അസ്ഹാബുന്നാർ. അവര് ആണ് അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാർ. ഹും ഫീഹാ ഖാലിദൂൻ. അവരവിടെ നിത്യവാസികളാണ്. അപ്പൊ അതെല്ലാം നമ്മൾ പഠിച്ച വാക്കുകളാണ്. അടുത്തത് അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക ഇദ് ഖാല ഇബ്രാഹിമു റബ്ബിയല്ലദീ യുഹ്യി വ യുമീതു ഖാല അന ഉഹ്യി വ ഉമീത്. ഇപ്പൊ 2 വരി, പൂർണ്ണമായും 2 വരി. അലം തറ മുതൽ അന ഉഹ്യി വ യുമീതു തീർന്നില്ല കേട്ടോ. ഖാല ഇബ്രാഹിമു ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബി ഫബുഹിതല്ലദീ കഫർ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇത്രയും പറഞ്ഞതിൽ അലം തറ ഇലല്ലദീന മുതൽ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ വരെ പറഞ്ഞതിൽ എത്ര പുതിയ വാക്കുണ്ട്? ഒന്ന് ഹാജ്ജ. ഹാജ്ജ എന്ന് പറഞ്ഞാൽ തർക്കിച്ചു. റബ്ബിയല്ലദീ യുഹ്യി വ യുമീതു ഖാല അന ഉഹ്യി വ ഉമീതു ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖി ഫഅതി ബിഹാ മിനൽ മഗ്രിബി ഫബുഹിതല്ലദീ കഫർ. ബുഹിത എന്നത് രണ്ടാമത്തെ പുതിയ പദം. മശ്രിഖ് ഒരു പുതിയ പദം കൂട്ടാൻ വേണമെങ്കിൽ. അങ്ങനെ 3 പദങ്ങളാണ് ഇവിടെ 2, 3, 4 വരിയിലുള്ളത്. 5 വരി അല്ല, 4 വരി. 4 വരിയിൽ 3 പുതിയ പദങ്ങളുണ്ട്. ഒന്ന് ഹാജ്ജ, തർക്കിച്ചു. അപ്പൊ അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബിഹി. തന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ ഇബ്രാഹിമിനോട് തർക്കിച്ചവനെ നീ കണ്ടില്ലയോ? അൻ ആതാഹുല്ലാഹുൽ മുൽക. അൻ എന്ന് പറഞ്ഞാൽ എന്നതിനാൽ. ആതാഹുല്ലാഹുൽ മുൽക. അള്ളാഹു അവന് ആധിപത്യം നൽകി എന്നതിനാലാണ് അവൻ തർക്കിക്കാൻ വന്നത്.
അവൻ രാജാവായി. അവൻ രാജാവായത് കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തർക്കിക്കാൻ വന്നത്. അപ്പൊ അവനെ അള്ളാഹു രാജാവാക്കിയില്ലായിരുന്നെങ്കിലോ എന്നതാണ് ചോദ്യം. ഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അല്ലദീ യുഹ്യീ വയുമീതു ഖാല അന ഉഹ്യീ വയുമീതു 100% നമ്മൾ പഠിച്ച വാക്യമാണ്. ഇദ് ഖാല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം, റബ്ബി അല്ലദീ യുഹ്യീ, എൻ്റെ രക്ഷിതാവാണ് ജീവിപ്പിക്കുന്നത്. റബ്ബി എൻ്റെ രക്ഷിതാവ്, അല്ലദീ യുഹ്യീ ജീവിപ്പിക്കുന്നവനാണ്, യുമീതു മരിപ്പിക്കുന്നവനാണ്. യുഹ്യീ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യുമീതു എന്നത് അമാത്ത, നമ്മൾ പഠിച്ചതാണ് എൻ്റെ ഓർമ്മ. അമാത്ത മരിപ്പിച്ചു, അഞ്ചല ഗ്രൂപ്പിൽപ്പെട്ട ക്രിയയാണ്. അമാത്ത മരിപ്പിച്ചു. യുമീത്തു മരിപ്പിക്കുന്നവനും അവനാണ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അവനാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞപ്പോൾ ആ നമ്രോദ് പറഞ്ഞു, കാല അന ഉഹ്യീ വയുമീതു, ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു പറഞ്ഞിട്ട് രണ്ടുപേരെ ജയിലിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു? ഒരാളെ സ്വതന്ത്രമായി വിട്ടു, ഞാൻ ജീവിപ്പിച്ചു, മറ്റൊരാളെ കൊന്നു കളഞ്ഞു, ഞാൻ മരിപ്പിച്ചു എന്നാക്കി. കാല ഇബ്രാഹിം, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇന്നല്ലാഹ യഅതി, അള്ളാഹു വരുന്നു എന്നല്ല കേട്ടോ, കാരണം യഅതി ശേഷം ബി ഉണ്ട്. അപ്പൊ ബി വന്നാൽ കൊണ്ടുവരുന്നു. അപ്പൊ ഇവിടെ യഅതിയുടെ ബിയുടെ അർത്ഥം കൊണ്ട് എന്നായത് കൊണ്ട് നമുക്ക് കൊണ്ടുവരുന്നു എന്ന് പറയാൻ വേണ്ടി വേറൊരു ആശയത്തിലേക്കൊന്നും പോകണ്ട. ഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖി, അള്ളാഹു സൂര്യനെ മശ്രിഖിൽ നിന്നും കൊണ്ടുവരുന്നു. ഫഅതി ബിഹ, ഇപ്പൊ കണ്ടോ, ഇപ്പൊ ഈത്തി എന്നാണ് വരേണ്ടത്. ഈത്തി എന്ന് വരേണ്ടതിന് പകരം എന്തായി? ഫഅതി എന്നാണ് വന്നത്. ഫ വന്നപ്പോഴേ എന്തായി? ഫഅതി എന്നായി. അത്തായ എത്തിയുടെ കൽപ്പന എന്താ വരേണ്ടത്? ഈത്തി എന്നല്ലേ വരേണ്ടത്. അപ്പോ അതിന് തൊട്ട് മുമ്പ് വായോ ഫായോ അല്ലെങ്കിൽ മറ്റൊരു പദമോ ചേർന്ന് വന്നാൽ ഫഅതി വഅതി പോലെ ആയിരിക്കും വരിക. അപ്പൊ ഫഅതി ബിഹ, നീ കൊണ്ടുവരൂ അതിനെ, മിനൽ മഗ്രിബി, മഗ്രിബിൽ നിന്ന്. മഗ്രിബ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്? അസ്തമയ സമയം എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നത്. മഗ്രിബിന് അസ്തമയ സ്ഥലം എന്നും അർത്ഥമുണ്ട് കേട്ടോ. അതായത് സമയത്തെയും സ്ഥലത്തെയും സൂചിപ്പിക്കാനുള്ള പദം നേരത്തെ നമ്മൾ പഠിച്ച പട്ടിക ഉണ്ടല്ലോ, ആ പട്ടികയിൽ നിന്നും നിഷ്പന്നമായി വരുന്നതാണ്. ആ പട്ടികയുടെ കൂടെയുള്ള ഒരു രൂപമാണ് നമ്മൾ പഠിച്ച 21-ലില്ല അത്. അപ്പോ സ്ഥലത്തിനും സമയത്തിനും ഒരേ പദമാണ്. അതുകൊണ്ട് ഇവിടെ ഫഅതി ബിഹ മിനൽ മഗ്രിബ്, അപ്പോ ഫഅതി ബിഹ മിനൽ മഗ്രിബ്, നീ അതിനെ അസ്തമയ സ്ഥാനത്ത് നിന്നും കൊണ്ടുവരൂ. ഇത് ഞാൻ നേരത്തെ മശ്രിഖിന്റെ അർത്ഥം പറയാത്തത് മനഃപൂർവ്വമായിരുന്നു. കാരണം എന്താണ്? ഫഅതി ബിഹ മിനൽ മഗ്രിബ് എന്ന് പറയുമ്പോൾ അസ്തമയ സ്ഥാനമാണ് എന്ന് നമുക്ക് മനസ്സിലായാൽ അതിന്റെ വിപരീതമാണ് മശ്രിഖ്. അതിന്റെ വിപരീതമാണ് മശ്രിഖ് എന്ന് മനസ്സിലാക്കണം. മശ്രിഖ് എന്ന് പറഞ്ഞാൽ ഉദയസ്ഥാനം. ഉദയസ്ഥാനത്തിൽ നിന്നും അള്ളാഹു സൂര്യനെ കൊണ്ടുവരുന്നു, നീ അതിനെ നേരെ തിരിച്ച് അസ്തമയ സ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ബുഹിത്തല്ലദീ കഫർ, സത്യനിഷേധി അന്ധാളിച്ചു പോയി എന്നാണ്. ബുഹിത്ത പരിഭ്രമിച്ചു പോയി, സ്തംഭിച്ചു പോയി എന്നൊക്കെയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹു അക്രമികളെ വഴി കാണിക്കുകയില്ല. അപ്പോൾ ഈ പേജിൽ ഏതാനും 4-5 വാക്കുകളാണ് ഈ അര പേജിൽ പുതിയ വാക്കുകളായിട്ടുള്ളത്. അതിൻ്റെ ബാക്കി വായിച്ചാലും നിങ്ങൾക്ക് അത് തന്നെ ബോധ്യപ്പെടും. ഞാൻ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. നെറ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഒരാൾ കമൻറ്റ് ചെയ്തു. കാര്യമായ മാറ്റമൊന്നും കാണുന്നില്ല. നമ്മൾ പുതിയ നെറ്റ് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാര്യമായ മാറ്റം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അഭിപ്രായം പറയാനേ പറഞ്ഞുള്ളൂ. അതായത് നിലവിലുള്ളതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് വെച്ചിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നെറ്റിലെല്ലാം ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ വിഘ്നം അത് വരികയും ക്യാമറയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ഓഫ് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള സാധനം വെച്ചിട്ടുണ്ട്. ബ്രോഡ്ബാൻഡ് ഇതുവരെ കണക്ഷൻ വന്നിട്ടില്ല.
അപ്പോൾ പരീക്ഷ എന്താണ് നടത്തേണ്ടത്? നമ്മൾ ഈ പറഞ്ഞ ദുർബലാക്ഷരം അടങ്ങിയ ക്രിയകൾ, ഹംസ് അടങ്ങിയ ക്രിയകൾ, അഥവാ ടെക്സ്റ്റ് ബുക്കിൽ A5 മുതൽ A9 വരെയുള്ള ഗ്രൂപ്പുകൾ, A5 മുതൽ A9 വരെയുള്ള ഗ്രൂപ്പുകൾ, ആ ക്രിയകളിൽ നമുക്ക് സംശയമൊന്നും ഉണ്ടാകാൻ പാടില്ല. ആ ഭാഗം പരീക്ഷയ്ക്ക് ചോദിക്കും. അതിൽ ഇനിയൊരു റിവിഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. റിവിഷൻ വേണമെങ്കിൽ അത് പറയണം. പിന്നീട് ഈ ഭാഗത്ത് നമ്മൾ വന്നിരിക്കുന്നത്, ഈ പോർഷനിൽ, അതായത് ഈ സെമസ്റ്ററിൽ നമുക്ക് വന്നിട്ടുള്ളത് സുരക്ഷിത ബഹുവചനങ്ങൾ. ആ ബഹുവചനങ്ങളുടെ അടയാളങ്ങൾ സ്ത്രീലിംഗ ബഹുവചനവും പുല്ലിംഗ ബഹുവചനവും നമ്മൾ നേരത്തെ പഠിച്ചതിനേക്കാളും കൂടുതൽ ഉറപ്പിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം ആ ഭാഗം പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ കസ്ർ വരുത്തുന്ന പദങ്ങളുടെ സപ്ലിമെൻ്ററി, കസ്ർ വരുത്തുന്ന പദങ്ങൾ ചോദിക്കാം. അതിൻ്റെ സപ്ലിമെൻ്ററി അധികമായ കുറച്ച് പദങ്ങൾ പഠിച്ചിട്ടുണ്ട്. കസ്ർ വരുത്തുന്ന പദങ്ങളല്ല, അനിവാര്യമായും കസ്ർ ഉണ്ടായിത്തീരുന്ന മറ്റു ചില പദങ്ങൾ പഠിച്ചു. പിന്നീടുള്ളത് ഇന്നയും സഹോദരിമാരും കാനയും സഹോദരിമാരും. അത്രയേ ഉള്ളൂ. കാര്യമായ ഗ്രാമർ നമ്മൾ പഠിച്ചിട്ടില്ല. ചാപ്റ്റർ ഫ്രം 73 മുതൽ 85 വരെ, 73 മുതൽ 85 വരെയാണ് നമുക്ക് ഓൺലൈനിൽ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ ഓൺലൈനിൽ പഠിപ്പിച്ചതുകൊണ്ട് ഫുൾ ഓൺലൈനിൽ ഉണ്ടത്. എല്ലാ ഡീറ്റെയിൽസും ഓൺലൈനിലുണ്ട്. ഓക്കെ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമുക്കിവിടെ റഹ്മത്ത് ചെരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മഴ. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അവിടെയും റഹ്മത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഭാഗത്തൊക്കെ. അതേപോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന പകർച്ചവ്യാധികളിൽ നിന്നും അള്ളാഹു നമ്മയും ലോകത്തെ ഒന്നടങ്കവും രക്ഷപ്പെടുത്തുമാറാകട്ടെ. ലോകത്ത് അതിനെ പ്രതിരോധിക്കാനുള്ള, പ്രതിരോധ മരുന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരുപക്ഷെ മനുഷ്യന്മാർ ചിന്തിച്ചു കഴിഞ്ഞിട്ടായിരിക്കാം കിട്ടാത്തത്. മനുഷ്യന്മാർ ചിന്തിച്ചിരുന്നെങ്കിൽ കിട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതല്ല, ഇനി സാമ്പത്തികമായ നേട്ടങ്ങൾ കരുതിക്കൊണ്ട് കണ്ടെത്തിയവർ അതിനെ പൂർണ്ണതയിലെത്തിക്കാത്തതാണോ എന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായിരുന്നാലും അതിനൊരു പരിഹാരം അള്ളാഹു ഉണ്ടാക്കി തരുമാറാകട്ടെ. കാരണം അള്ളാഹു മാത്രമാണ് ശിഫ നൽകുന്നവൻ എന്ന് അള്ളാഹു പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ലാ ഷിഫാ ഇല്ലാ ഷിഫാ. വർഗത്തെ നിഷേധിക്കുന്ന ലാ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. ലാ ഷിഫാ ഇല്ലാ ഷിഫാ. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫയുമില്ല. അതേപോലെ തന്നെ എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മളെ പറയാൻ പഠിപ്പിക്കുന്നത്
അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്, നീ ഒരു രോഗം ഞങ്ങൾക്ക് തരാൻ വിചാരിച്ചാൽ അതിനെ തടയുന്നവനായി ആരുമില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, രോഗം വരണ്ട എന്ന് നീ വിചാരിച്ചാൽ ആ രോഗം വരുത്തുന്നവനായി വേറെ ആരും തന്നെ ഇല്ല. വലാ മുഅ്തിയ, നൽകുന്നവനില്ല, ലിമാ മനഅത, നീ തടഞ്ഞതിന്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ ആയുസ്സും ആരോഗ്യവും അവൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. سبحان الله وبحمده، سبحانك اللهم وبحمدك، نشهد أن لا إله إلا أنت، ونستغفرك ونتوب إليك. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين، والسلام عليكم ورحمة الله تعالى وبركاته. സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം സാങ്കേതിക തടസ്സങ്ങൾ കൂടാതെ ക്ലാസ് നടന്നതിൽ അള്ളാഹുവിനും ഹംദും ശുക്രും രേഖപ്പെടുത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.